നോളജ് ആരെ കുത്തിയൊന്നല്ല. ആരാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അവനിലേക്ക് നോളജ് പോണ്ട്. ശരിയല്ലേ? രാമായണം ആരെ കുത്തിയൊന്നല്ല, ബൈബിൾ ആരെ കുത്തിയൊന്നല്ല, ഖുർആൻ ആരെ കുത്തിയൊന്നല്ല. സ്പിരിച്വൽ ആഗ്രഹിച്ചാൽ അത് വായിക്കാലോ. ബാലഭാസ്കർ ഉപയോഗിച്ച വയലിൻ നമ്മൾ ഉപയോഗിച്ചാലും സൗണ്ടൊക്കെ വരും, പക്ഷെ മ്യൂസിക് വരില്ല എന്നുള്ളൂ. വയലിൻ ഒന്നും തന്നെയായിരിക്കും. ടെണ്ടുക്കർ ഉപയോഗിച്ചിട്ടുള്ള ബാറ്റ് ഉപയോഗിച്ചാലും അതവർ കളിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഡിഫറെന്റ് ആണ്. ദ മാൻ മാറ്റേഴ്സ് നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. TN ശേഷൻ ഇപ്പോഴും മെമ്മറിയിലുണ്ട്. ശരിയല്ലേ? അതിനു മുമ്പും കമ്മീഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? എന്തേ നമ്മൾ അറിയാതെ പോയത്? ആ വ്യക്തിയാണ് പവർ ഉപയോഗിച്ചത്, പൊസിഷൻ അല്ല. അപ്പ സെയിം പോസ്റ്റ് തന്നെയല്ലായിരുന്നു. നോളജ് ആരെ കുത്തിയൊന്നല്ല. ആരാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അവനിലേക്ക് നോളജ് പോണ്ട്. ശരിയല്ലേ? രാമായണം ആരെ കുത്തിയൊന്നല്ല, ബൈബിൾ ആരെ കുത്തിയൊന്നല്ല, ഖുർആൻ ആരെ കുത്തിയൊന്നല്ല. സ്പിരിച്വൽ ആഗ്രഹിച്ചാൽ അത് വായിക്കാലോ. ബാലഭാസ്കർ ഉപയോഗിച്ച വയലിൻ നമ്മൾ ഉപയോഗിച്ചാലും സൗണ്ടൊക്കെ വരും, പക്ഷെ മ്യൂസിക് വരില്ല എന്നുള്ളൂ. വയലിൻ ഒന്നും തന്നെയായിരിക്കും. ടെണ്ടുക്കർ ഉപയോഗിച്ചിട്ടുള്ള ബാറ്റ് ഉപയോഗിച്ചാലും അതവർ കളിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഡിഫറെന്റ് ആണ്. ദ മാൻ മാറ്റേഴ്സ് നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. TN ശേഷൻ ഇപ്പോഴും മെമ്മറിയിലുണ്ട്. ശരിയല്ലേ? അതിനു മുമ്പും കമ്മീഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? എന്തേ നമ്മൾ അറിയാതെ പോയത്? ആ വ്യക്തിയാണ് പവർ ഉപയോഗിച്ചത്, പൊസിഷൻ അല്ല. അപ്പ സെയിം പോസ്റ്റ് തന്നെയല്ലായിരുന്നു.